ബ്രൈഡൽ ക്രാഫ്റ്റ് ദ വെഡിംഗ് മോൾ പാൻ ബസാർ തിരൂർ. മലപ്പുറം ആദവനാട് പഞ്ചായത്തിലെ കരിപ്പൂർ സ്വദേശിയായ ഷിഹാബിന്റെ ജീവിതം ഇന്ന് പ്രതീക്ഷയുടെയും നിരാശയുടെയും വക്കിലാണ്. ഒരു കാലത്ത് കുടുംബത്തിന്റെ സ്വപ്നങ്ങൾ സഫലമാക്കാൻ പ്രവാസ ജീവിതം നയിച്ച ഷിഹാബ് ഇന്ന് സ്വന്തം വീടും സ്ഥലവും നഷ്ടപ്പെടാതിരിക്കാൻ സമൂഹത്തോട് സഹായം അഭ്യർത്ഥിക്കുകയാണ്. 3 മക്കളുടെയും പ്രായമായ ഉമ്മയുടെയും ആശ്രയമായ ഷിഹാബിന് ജീവിതം വർഷങ്ങളായി കഠിന പരീക്ഷണങ്ങളാണ് സമ്മാനിച്ചത്. ഒരു കണ്ണിന്റെ കാഴ്ച പൂർണ്ണമായും നഷ്ടമായതിനാൽ പ്ലാസ്റ്റിക് കണ്ണാണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത്. ശേഷിക്കുന്ന കണ്ണിന്റെയും കാഴ്ച ഏകദേശം 90% നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ആരോഗ്യ പ്രശ്നങ്ങൾക്കിടയിലും കുടുംബത്തെ കരകയറ്റാനുള്ള ശ്രമം അദ്ദേഹം അവസാനിപ്പിച്ചില്ല. പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് നാട്ടിലെത്തിയ ശേഷം വിവിധ ബിസിനസ്സുകൾ ആരംഭിച്ചെങ്കിലും ഒന്നും വിജയിച്ചില്ല. തുടർച്ചയായ സാമ്പത്തിക നഷ്ടങ്ങൾ കടബാധ്യതകളിലേക്ക് നയിച്ചു. ഒടുവിൽ വായ്പ തിരിച്ചടയ്ക്കാൻ കഴിയാതെ വന്നതോടെ വീടും സ്ഥലവും ബാങ്ക് ജപ്തി ചെയ്തു. വീടും സ്ഥലവും തിരിച്ചുപിടിക്കാനായി നറുക്കെടുപ്പിലൂടെ ധനശേഖരണം നടത്താൻ ഷിഹാബ് ശ്രമിച്ചിരുന്നു. എന്നാൽ ആവശ്യമായ ഫണ്ട് ലഭിക്കാത്തതിനാൽ ആ പദ്ധതി നടപ്പിലാക്കാൻ കഴിഞ്ഞില്ല. അന്നത്തെ പദ്ധതിക്കായി പണം നൽകിയവരിൽ ആവശ്യപ്പെട്ടവർക്ക് തുക തിരികെ നൽകി. ചിലരുടെ സമ്മതപ്രകാരം ശേഷിച്ച തുക ബാങ്കിൽ അടയ്ക്കുകയും ചെയ്തു. അതിന്റെ അടിസ്ഥാനത്തിൽ കോടതിയുടെ അനുമതിയോടെ ബാങ്ക് തിരിച്ചടവിന് കൂടുതൽ സമയം അനുവദിച്ചു. എന്നാൽ നിശ്ചിത സമയത്തിനുള്ളിൽ ബാക്കി തുകയും അടച്ചു തീർത്താൽ മാത്രമേ ഷിഹാബിന് തന്റെ വീടും സ്ഥലവും തിരികെ സ്വന്തമാക്കാൻ കഴിയൂ. ഈ സാഹചര്യത്തിലാണ് ഷിഹാബ് വീണ്ടും സുമനസ്സുകളോട് സഹായം അഭ്യർത്ഥിക്കുന്നത്. അസ്സലാമു ഞാൻ ഷിഹാബ്, കരിപ്പൂർ, മലപ്പുറം ജില്ല. ഞാൻ ഇതിന് മുന്നേ വീഡിയോകളൊക്കെ എഴുതിയിരുന്ന് ഈ ചാനലിൽ തന്നെ. ഞാൻ അത്രയും ബുദ്ധിമുട്ടായതുകൊണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഈ വീടൊരു നറുക്കെടുപ്പിൻ്റെ രൂപത്തിലായിരുന്നു ചെയ്തിരുന്നത്. പക്ഷെ അത് വിചാരിച്ച മാതിരി ആവാത്തത് കൊണ്ട് ഞാൻ എന്ത് ചെയ്ത് ആളുകളെ പൈസ മാക്സിമം തിരിച്ചു കൊടുത്ത്. കുറേ ആളുകൾ പൈസ തിരിച്ചു വാങ്ങി. കുറച്ച് ആളുകൾ എനിക്ക് പൊരുത്തപ്പെട്ട് തന്ന്. പിന്നെ 100-200 തന്നിട്ട് കുറച്ച് ആളുകൾ സഹായിച്ചു. അങ്ങനെ ഞാൻ ജപ്തിയിലായിരുന്നു വീടും സ്ഥലവും. അപ്പോൾ കുറച്ച് പൈസ അടച്ച് തീർത്ത് ബാങ്കിൽ. കുറച്ചും കൂടി പൈസ അടക്കാണ്ട്. അപ്പോൾ കോടതിയിൽ നിന്ന് എനിക്കൊരു കുറച്ച് ദിവസത്തെ ഒരു 10-20 ദിവസത്തെ ടൈം കൂടി കോടതിയിൽ നിന്ന് തന്നതാണ്. അപ്പോൾ ഞങ്ങളെ മുന്നിൽ ഒന്നും കൂടി കൈ നീട്ടുകയാണ്, ഒരു 100 രൂപയ്ക്കും 200 രൂപയ്ക്കും വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങളെ കൂടി കഴിയണത് ഒരു 100-200 തന്നിട്ട് എന്നെ സഹായിക്കുക. അത്രയും ബുദ്ധിമുട്ടിലാണ്. പഠിച്ചോൻ ഇതുപോലെ ആർക്കും ഒരു ഗതി തരാതിരിക്കട്ടെ. നിങ്ങൾ എനിക്കൊരു 100 രൂപ തരുമ്പോൾ പഠിച്ചോൻ നിങ്ങൾ കയ്യിൽ ഇരട്ടി തരും. എന്തുകൊണ്ടാണ് ഞാനും എൻ്റെ അമ്മയും എൻ്റെ ഭാര്യ, എൻ്റെ 3 കുട്ടികൾ അത്രയും ബുദ്ധിമുട്ടിലാണ്. ഞാൻ നിങ്ങളെ മുന്നിൽ കൈ നീട്ടാൻ വരുന്നതാ എൻ്റെ ഗതികേട് കൊണ്ടാണ്. കണ്ണ് കണ്ടില്ല, ഇൻഫെക്ഷൻ വന്നിട്ട് ഒഴിവാക്കിയിട്ട് ഇത്രയും ബുദ്ധിമുട്ടിലാണ്. ഇത് പോപ്പ് കൂടി ഈ കണ്ണുപ്പോൾ ഡോക്ടർമാർ വിധി എഴുതിയതാണ് ഒഴിവാക്കാൻ. അല്ലെങ്കിൽ ഇൻഫെക്ഷൻ ഇതിനും വന്ന് തലച്ചോറ്റി കയറുമെന്ന് പറഞ്ഞതാ. 100% കാഴ്ചയുള്ളൂ. അപ്പോൾ നിങ്ങളെല്ലാവരും എനിക്കൊരു 100-200 തന്നിട്ട് പൊരുത്തപ്പെട്ടിട്ട് 100-200 തന്ന് ഇനി എൻ്റെ അമ്മാനെയും എൻ്റെ കുട്ടികളെയും ഈ കടക്കണിയിൽ നിന്നും എൻ്റെ ചികിത്സക്കുമായിട്ട് നിങ്ങളൊരു 100-200 തന്ന് സഹായിക്കും. ഇതുപോലൊരു സ്ഥിതി പഠിച്ചോന് ആർക്കും തരാതിരിക്കട്ടെ എന്ന് ഞാൻ പറയുള്ളൂ. ആർക്കും തരാതിരിക്കട്ടെ ഇതുപോലൊരു സ്ഥിതി. എന്തുകൊണ്ട് പറഞ്ഞാൽ ഞാൻ 3 കുട്ടികളും ഭാര്യയും ഉമ്മയുള്ള ഒരാളാണ്. പക്ഷെ കൈ നീട്ടണ എന്താണെന്നറിയോ? എൻ്റെ ഗതികേട് കൊണ്ടാണ്. ഞാൻ എന്തെങ്കിലും ജീവൻ കളയുന്നതും ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ വീട്ടുകാർക്ക് ആരും ഇല്ല. അപ്പം നിങ്ങളെ മുന്നിൽ ഒരു 100 രൂപയ്ക്കും വേണ്ടി കൈ നീട്ടുകയാണ്. ഇത് കൂപ്പൻ്റെ പൈസ ഒക്കെ എല്ലാവരും തിരിച്ചു കൊടുത്ത് കുറച്ച് ആളുകൾ എനിക്ക് പൊരുത്തപ്പെട്ട് തന്ന അൽഹംദുലില്ലാ എനിക്ക് വലിയ ഉപകാരമായി. അതുകൊണ്ട് ബാങ്കിൽ കുറച്ച് അടക്കാനായി. ഇത്രയും ദിവസം പിടിച്ചിരുന്നു. ഇനി ഒരു 10-20 ദിവസം ഒരു ടൈം തന്നിട്ടുള്ളത് കോടതിയിൽ. പിന്നെ ഞാൻ അതിൽ 2 സ്കാനർ കൊടുക്കുന്നുണ്ട്. ഒന്ന് മൈനോറിറ്റി ഫൗണ്ടേഷൻ ഇന്ത്യ എന്നുണ്ടാവും, അതിലയച്ചാൽ പൈസ കിട്ടും. ഒന്ന് ഷിഹാബുദ്ദീൻ എന്നും ഉണ്ടാവും. പിന്നെ 3 നമ്പർ കൊടുക്കുന്നുണ്ട് ഗൂഗിൾ പേ. അതിക്കൊരു ലിമിറ്റ് ഉണ്ട്. എന്നാലും അതിക്ക് പൈസ നിങ്ങൾ കഴിയുന്നത് ഇട്ട് തരാം. അത്ര എനിക്ക് പറയാനുള്ളൂ. നിങ്ങളെല്ലാവരും എന്നെ സഹായിക്ക്. കൈ വിടല്ലി പ്ലീസ്, കൈ വിടല്ലിട്ട. അത്രയും ബുദ്ധിമുട്ടായതുകൊണ്ടാട്ടോ നിങ്ങളൊരു കൂടപ്പറപ്പ് എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ എന്നെ സഹായിക്കും. വേറെ ഒന്നും നിങ്ങൾ വിചാരിക്കല്ലേ. അത്രയും ബുദ്ധിമുട്ടിലാണ്. നിങ്ങളൊരു 100 രൂപ തരുമ്പോൾ പഠിച്ചവങ്ങൾക്ക് അതിൻ്റെ ഇരട്ടി തരും. ഞാനും എൻ്റെ അമ്മീൻ്റെ കുട്ടികളും എപ്പോഴും നിങ്ങൾക്ക് പ്രാർത്ഥിക്കുന്നുണ്ട്. തന്നോൽക്കും വേണ്ടി ഞങ്ങൾ എപ്പോഴും പ്രാർത്ഥിക്കുന്നുണ്ട്. നിങ്ങളെല്ലാവരും ദുആ ചെയ്യും.
പ്രത്യേകിച്ച് എനിക്കും വേണ്ടിയിട്ട്. 1 രൂപയാണെങ്കിലും 100 രൂപയാണെങ്കിലും നിങ്ങളാൽ കഴിയുന്ന സഹായം ചെയ്താൽ എൻ്റെ കുടുംബത്തിന് സ്വന്തം വീട് തിരികെ ലഭിക്കാൻ അത് വലിയ കൈത്താങ്ങാകുമെന്നാണ് ശിഹാബിൻ്റെ അപേക്ഷ. ഒരു കുടുംബത്തിൻ്റെ അവസാന പ്രതീക്ഷയാണ് ഇന്ന് സമൂഹത്തിൻ്റെ കരുണയും സ്നേഹവും കാത്തിരിക്കുന്നത്. 35 വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം. ബാസിത് വെഡിംഗ് മോൾ, ബാസിത് ആർക്കേഡ്, പൂങ്ങോട്ടുകുളം, തിരൂർ.